ആകാശം പിളർന്നിറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനകമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. ആമേൻ. അയ്യോ, എന്തു പറ്റി? വന്നേ, വാ. കണ്ണാടി വെക്കാൻ പറഞ്ഞ കേക്കില്ല. ഇരുന്നേ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇല്ല. ഓക്കെ ആണോ? ഞാൻ പോയെടുക്കാം. റിച്ചാർഡ് മോളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നിനക്ക് 12 വയസ്സാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇല്ലാതായാൽ നിനക്ക് ആരാ ഒരു കൂട്ടെന്ന് ഞാൻ ഇന്നലെ മൊത്തം ചിന്തിക്കുമായിരുന്നു. സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ. ഇനി എന്താ, മണി ഹേസ്റ്റ് നിർത്തി മലയാള സീരിയൽ വല്ലതും കണ്ടോ? നീ കളിയാക്കണ്ട, എനിക്ക് പ്രായം കൂടി വരുവാ, പറഞ്ഞേക്കാം. ഓ, കല്യാണം കഴിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ദേ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണം, പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പോയാ ഗ്രേസ് മോൾ ഒറ്റയ്ക്കാവില്ലേ? ആ പ്രൊഫസർ ഉള്ളതുകൊണ്ട് നേരം പൊക്കോളും. ഏത് പ്രൊഫസർ? മണീഷ് പ്രൊഫസർ. ഓഹോ, അവന്മാര് കംപ്ലീറ്റ് കള്ളന്മാരാ. അതും കണ്ടോണ്ട് ഇവിടെ ഇരുന്നോട്ടോ. അതൊക്കെ പോട്ടെ, നീ നിന്റെ തീരുമാനം പറഞ്ഞേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ രാജനോട് പറഞ്ഞോളാം. ആഹാ, നിങ്ങൾ തമ്മിൽ മച്ചാ ആണല്ലോ. എന്റെ ജിനി, കഴിക്കുമ്പോഴെങ്കിൽ ഇതൊന്ന് മാറ്റി വെക്കേ. ഓക്കെ. ഗ്രേസ് മോൾ, നോ ഫോട്ടോസ്. സോറി മോളെ, സോറി. എന്തായി? ഇപ്പൊ ഇത് 3ാമത്തെ മർഡറാ. പിന്നെ ഭാഗ്യത്തിന് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ കാര്യവും തീരുമാനമായനെ. വെള്ളം ഇത് അമ്മമ്മ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പച്ചൻ ഇതേ സിഗരറ്റാ വലിച്ചോണ്ടിരുന്നത്. പുറത്തുനിന്ന് ആര് വന്നാലേ ഇത് കൊണ്ടുവരാൻ പറയും. ഇതെല്ലാം ഫോറിൻ സിഗരറ്റ് ആണല്ലോ. പഴയ മേഡേഴ്സിന്റെ നോർമൽ സിഗരറ്റ്സ്. ഗ്രേസ് മോൾ, കിട്ടി, ക്ലൂ കിട്ടി. ഓക്കെ, പൊയ്ക്കോ. ഒരു മിനിറ്റ്. അതെ, ഈ ക്ലൂ കണ്ടുപിടിച്ച കാര്യം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ ബ്രില്യൻ വർക്ക് ആ രീതിയിൽ പുറത്തറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. ഓക്കെ, താങ്ക് യു. മണിയണ്ണ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു, കുറച്ചു മുമ്പേ. എനിക്കിത് പഴയ കേസ് പോലെ സെയിം പാറ്റേൺ ആയി തോന്നുന്നില്ല. മണിയണ്ണ പോകുന്നില്ല. പിന്നെ ബോഡിയിൽ പിടിവലി നടന്നതിന്റെ പാടുണ്ട്. തലയിലാടി അത്ര പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? ഇല്ല മാഡം, പുതിയ ആളായിരുന്നു. ഓക്കെ അണ്ണ, താങ്ക് യു. DNA റിപ്പോർട്ട് അനുസരിച്ച് സ്പോട്ടിൽ നിന്ന് നമുക്ക് 2 ബ്ലഡ് സാമ്പിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ആ മരിച്ചുപോയ സ്ത്രീയുടെ, മറ്റൊന്ന് B-negative ആണ് സർ. സർ, ലാസ്റ്റ് നടന്ന 2 കൊലപാതകങ്ങളും ഇപ്പം നടന്നതും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സർ, ആ മരിച്ചുപോയ സ്ത്രീയുടെ ഹസ്ബൻഡ് ഗിരിയെ നമ്മൾ വിളിപ്പിച്ചിരുന്നില്ലേ? പുള്ളി വന്ന് പുറത്തിരിപ്പുണ്ട്. സർ, പുള്ളിയെ നമ്മുടെ ലൈനിലൊന്ന് കുടഞ്ഞാലോ? പണ്ടത്തെ പോലെ നല്ലടോ. കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ആരെങ്കിലും പിടിച്ചു കുടഞ്ഞാലേ മോളിൽ നിന്ന് എന്നെ പിടിച്ചു കുടയും, തൊപ്പിയും പോവും. ഒരു 8 മാസം കൂടി ഉണ്ട് റിട്ടയർ ആവാൻ. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നതുകൊണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എന്നാ വരാൻ പറ.
മിസ്റ്റർ ഗിരി അകത്തേക്ക് വരൂ. യെസ്, ഹാവ് എ സീറ്റ്. ഞാൻ വരാൻ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഗിരിക്ക് ആരെങ്കിലുമായിട്ട് ബിസിനസ് റൈവൽറി? ഇല്ല സർ. ഐ എം സോറി ടു ആസ്ക്, യുവർ വൈഫ് ഹാസ് എനി എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും? മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരം കേസുകളിൽ അത്തരം പോസിബിലിറ്റിക്ക് ചാൻസസ് കൂടുതലാണ്. ഗിരിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നോ സർ. അനിത ഓർഫനായിരുന്നു അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഗിരി, താങ്ക് യു സർ. ജെനിപ്പ പോയേ? സർ പ്ലീസ് സർ. ആ ഫാമിലി മർഡർ കേസിലെ അയ്യപ്പ സാർ അല്ലെങ്കിലേ ടെൻഷനില്ല. ഞാനും ആ കേസിന്റെ കാര്യം പറയാനാ വന്നത്. ആ പെറ്റി കേസിന്റെ പേര് ഷോ കാണിക്കാതിരുന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ. സർ സർ ഇത് SP ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തേ. സർ ഈ ഒരു ഒറ്റ തവണ ഈ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ദോ, പോകണം. ആ മൂന്നാമത്തെ സ്റ്റേഷനിലെ വിറ്റ്നസിനെ വിളിച്ചേ. സർ ഈ രണ്ട് കേസും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്രൈം പാറ്റേൺസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്ത് ഡിഫറൻസ്? സർ സർ ഇത് സി സർ ഇത് ഫസ്റ്റ് മർഡർ സ്പോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ്. സി സർ ഇതിൽ കൊലയാളി ഉപയോഗിച്ചത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗരറ്റ് ബഡ്സ് ആണ്. എല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ. ഇത് നോക്കൂ സർ, ഈ മർഡറിലും സെയിം പാറ്റേൺ ആണ്. പക്ഷേ ഇത് ഈ ലാസ്റ്റ് മർഡറിൽ ഇതിലെ എല്ലാ സിഗരറ്റ് ബഡ്സും ഒരേ കമ്പനിയുടെ, ഒന്നും ഇന്ത്യൻ അല്ല, ഫോറിൻ ബ്രാൻഡ്സ്. ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം. ദാ, സർ എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്. അയാളും സെയിം ബ്രാൻഡ് സിഗരറ്റാണ് യൂസ് ചെയ്യുന്നത്. സാർ ഒരു സിഗരറ്റ് ഒക്കെ വെച്ച്. അത് മാത്രമല്ല സർ, അയാളുടെ ആ കാർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, മോർച്ചറിയുടെ മുമ്പിൽ വെച്ച്. യെസ് സർ, ഐ എം ഷുവർ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൈം നടന്ന അതേ ദിവസം. ഞങ്ങൾ അന്വേഷിക്കാം മാഡം. യു മേ ഗോ പ്ലീസ്. അൻവർ, ആ ഫയൽ കൊടുത്തേക്ക്. താങ്ക് യു. അൻവർ സർ, ആ DNA റിപ്പോർട്ടിലെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? B90 സർ. അന്ന് മൊഴിയെടുത്തപ്പോൾ ഗിരി നാട്ടിലില്ലെന്നല്ലേ പറഞ്ഞത്? അതെ സർ, ഒരു ബിസിനസ് മീറ്റിങ്ങിന് കൊൽക്കത്തയിൽ പോയി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഗിരി എന്നൊരാൾ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് CCTV ഫുട്ടേജ് കിട്ടണം. ആ ക്രൈം സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളുകളിൽ ഒരെണ്ണം B നെഗറ്റീവാണ്. ഗിരി അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ആ ജേനി പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ CCTV ഉണ്ടാവില്ലേ? ഉണ്ടാവും സാർ. ഫുട്ടേജ് ഇപ്പം തന്നെ എടുപ്പിക്കണം. ഷുവർ സാർ. മാണിക്ക, വാ വണ്ടി എടു. Hi Jenny. ഹായ് സാം. What's up? Long time, huh? अच्छा सुनना, मैं एक केस इन्वेस्टिगेट कर रही हूँ. मेरे को उसका थोड़ा इन्फो चाहिए. Oh, अरे एक काम करना, मेरे को एक मेल भेज, मैं देख लूंगा. यार, हर बार सिर्फ ऑफिशियल हाँ? यार मेरे को थोड़ा जल्दी है, कैसे भी करके मुझे वो आर्टिकल कंप्लीट करना है. चल चल तू मेल भेज, मैं देख लूंगा. ठीक है सैम, थैंक यू सो मच. जल्दी. ठीक है dear, हाँ bye-bye, ठीक है, love you. बाय. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതൊന്ന് സൂം ചെയ്തേ. യെസ്, ദാറ്റ്സ് ഇറ്റ്.
കോപ്പി ചെയ്യണേ. ഞാൻ ഒരു സിഗരറ്റ് വലിച്ചോട്ടെ സാറേ? സാറിന് കല്യാണം കഴിഞ്ഞാണോ? 15 വർഷം മുമ്പ് വൈഫ് മരിച്ചുപോയി. ഭാഗ്യവാൻ. സെന്റിമെന്റ്സിന്റെ പുറത്തൊന്നുമല്ല, ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം അയച്ചു തന്നെ. ആദ്യത്തെ 1-2 വർഷം നല്ല രസമായിരുന്നു. പിന്നെ തലവേദനയാ സാറേ. കേട്ടത് തന്നെ കേട്ട് എത്ര നാളെന്ന് വെച്ചാൽ ജീവിക്കുന്നത്. കൊല്ലണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവളോട് ഉടക്കി സംസാരിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെയായി. ആക്ച്വലി അന്നെന്താ ചെയ്തതെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പറ്റിപ്പോയി. ഈ റിപ്പറുടെ തലയിടാനുള്ള ഐഡിയ എൻ്റെ തന്നെയാണ്. ഫോറൻസിക്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതിപ്പോൾ ആരാന്ന് ചോദിക്കൊന്നും വേണ്ട, ഞാൻ പറയത്തില്ല. ഞാൻ ഫുൾ ഏറ്റല്ലോ. എന്താ ഇത്? ഞാൻ എന്താടാ ഇത്? അപ്പച്ചനുള്ള സ്റ്റാറാന്ന്. അമ്മച്ചി കിട്ടിയാലോ ശരിയാവുള്ളൂന്ന്. ഇറങ്ങിക്കേ. പ്രായം എന്തായിന്ന വിചാരം? ഇങ്ങനെ തന്നെ പിടിക്ക. ഇറങ്ങിക്കേ. തോന്നുന്നു ചെറുമോള് കെട്ടിയാലേ അപ്പച്ചന് കൂടുതൽ സന്തോഷാവും. ഗ്രേസ് മോൾ, ഞാനൊരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ കേസ് ഞാൻ കണ്ടുപിടിച്ച എവിഡൻസ് വെച്ചാ സോൾവ് ചെയ്തത്. ആര് കണ്ടുപിടിച്ചെന്ന്? ഓ, ഒന്ന് സഹായിച്ചു എന്ന് പറഞ്ഞേ. എപ്പോഴും ഇങ്ങനെ പറയണ്ട. പിടിക്ക്. ഓ, ഹലോ അൻവർ സാർ, പറയൂ. ജെനി ഫ്രീ ആണോ? ആ, അയ്യപ്പ സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഫ്രീ ആണ്. ഒരു 7 PM ഞാൻ വരാം. ഓക്കെ, സ്റ്റേഷനിൽ. ഓക്കെ, ബൈ. അച്ഛമ്മ, എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോണം. അൻവർ സാർ വിളിച്ചിരുന്നു ആ കേസിന്റെ കാര്യത്തിന്. ഈ സന്ധ്യക്കോ? ഇപ്പൊ പോണ്ട. അങ്ങനെ പറയല്ലേ. ഞാൻ വലിയ ക്രൈം ജേർണലിസ്റ്റ് ആയ ആർക്കാ അതിന്റെ ക്രെഡിറ്റ്? സോപ്പ് മതി, പോയിട്ട് എളുപ്പം വാ. താങ്ക് യു. ഓക്കെ, ബൈ. നോക്കിക്കോണം. കൊണ്ടുവാ, ഞാൻ കെട്ടാം. വേണ്ട, ഞാൻ കിട്ടാം. വേണ്ട. കണ്ട നായർ കുട്ടികൾ കെട്ടിയാലേ അപ്പച്ചന് ഇഷ്ടാകിയല്ല. ഇങ്ങോട്ടോ, ഞാൻ തന്നെ കെട്ടിക്കണം. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ സർ? ആ, ജെനി. ജെനി ഇപ്പോൾ സ്കൂട്ടർ പാർക്ക് ചെയ്തെടുത്ത് കുറച്ച് വണ്ടികൾ ഡംപ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് എൻ്റെ മോളുടേതാ. മിററില്ലാതെ ടേണിംഗ് എടുത്തപ്പോൾ മോളും വൈഫും പോട്ടെ തന്നെ. I'm so sorry, sir. എൻ്റെ മോക്കും ജെനിയുടെ അതേ പ്രായ. ഇപ്പോൾ മിററൊക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സർ. ജെനിയോട് ഞാൻ വരാൻ പറഞ്ഞത് ആ കേസിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ്. മറ്റ് 2 ക്രൈമുകളിലും ഇതുപോലെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയി തോന്നിയിട്ടുണ്ടോ? സർ, അക്കോർഡിംഗ് ടു മൈ ഇൻവെസ്റ്റിഗേഷൻ, ഐ തിങ്ക് ഹീ ഈസ് എ മെന്റലി അൺസ്റ്റേബിൾ പേഴ്സൺ. കാരണം നോർമലായി ക്രൈം ചെയ്യുന്ന ഒരാള് ഒരിക്കലും തെളിവുകൾ ഉപേക്ഷിച്ച് പോവാറില്ല. പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൊലപാതകങ്ങൾ നടന്ന വീടുകൾ തമ്മിലുള്ള അകലം ഏകദേശം 3 സ്റ്റേഷൻ പരിധി മാത്രമാണ്. ഞാനൊരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായി കുറച്ച് കേസുകൾ റെഫർ ചെയ്തിരുന്നു. തമിഴ്നാട് കേരള ബോർഡറിനടുത്ത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ സ്ലംസിലെ ഒരു വിഭാഗം ആൾക്കാർ ആളില്ലാത്ത വീടുകളിൽ കയറി താമസിക്കുമായിരുന്നു. അഥവാ വീടിന്റെ ഉടമസ്ഥനോ മറ്റുള്ളവരോ ഇവരെ കണ്ട് ഇവർ പിടിക്കപ്പെടുമെന്നാവുമ്പോൾ അവരെ മർഡർ ചെയ്ത ശേഷം എസ്കേപ്പ് ആവുമായിരുന്നു ഇവരുടെ പാറ്റേൺ. ഐ എം നോട്ട് ഷുവർ സർ, ബട്ട് ഇത് അത്തരം കേസിന്റെ തുടക്കമാണെങ്കിൽ സിമിലർ ക്രൈംസ് ഇനിയും റിപ്പോർട്ട് ചെയ്യും സർ.
നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല. ഈശോയെ രക്ഷിക്കണേ. ജനയുടെ ഒരു കാര്യം. ഗ്രേസ് മോൾ, ഗ്രേസ് മോൾ, സോറി ഗ്രേസ്, ഗ്രേസ് മോൾ കിച്ചണിലാണോ? ദേ പെണങ്ങല്ലേ, വണ്ടിയിലായിരുന്നു, അതുകൊണ്ടാ ഫോൺ എടുക്കാത്ത. ദേ നോക്ക്, ഷുഗർ ഇല്ലാത്ത മിൽക്ക് പേട. ഗ്രേസ് മോൾ. Hi Sam, bol. Hey Jenny, look. I've circulated an email to all my colleagues. And one of them responded from Bengal. I'm not sure. Looks like there's a match. 3 murders at 3 different places. He's got arrested in 2005. Like in your file, he was staying in the house even after the murder. And the police got him from there. And he's been admitted in the mental hospital and all. Oh my god. And there's a confession that he's made at that time. Yeah, I've just sent an email. Oh, okay. Let me check. Thank you, Sam. अपने जैसे लोगों को ऐसे घर सिर्फ देखने के लिए मिलता साहब. मैंने तो कुछ नहीं किया साहब. गया था, सब सामान इधर उधर पड़ा था, सब गंदे थे साहब. मैंने तो पूरा साफ किया. अचानक हुआ कि बोल रहे कि पुलिस को बुलाएगा. पुलिस को क्यों बुलाना साहब? पुलिस को क्यों बुलाना साहब? उसके बाद जो होता ना सब. सबको मारता हूं साहब मैं. पुलिस को बुलाएगा? ये गलत नहीं किया साहब. मेरे अपने गुर्जे जैसा माना है. पुलिस को बुलाएगा? मारूंगा ना मैं इसको, मारूंगा ना मैं इसको, सबको मारूंगा साहब. सैम, मुझे लगता है यही बंदा है यार. Jenny, this guy got released last year. सारे पैटर्न्स मैच हो रही है. Listen,
Listen, you have to inform the police right away. Sam, can you please send me his case file? क्या नाम बोला? Aboy. वही नाम है. Abhay? Yeah. And Jenny, don't think. Just inform the police and send the video. Yeah, I understand. Thank you. Thank you so much, Sam.
ഇതെപ്പോ തീരുടോ? അറിയില്ല സാർ, ക്രിസ്മസിന്റെ പ്രദക്ഷിണം